ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യമാണ് ധ്യാനിക്കാൻ പോകുന്നത്. ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സ് 25. വളരെ പരിചിതമായ ഒരു വചനമാണ്. അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് നമ്മൾ വായിക്കുന്നത്. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് ദൈവവചനം പറയാൻ പോകുകയാണ്. പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവൻ ആർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നെന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. മതി. 2 ചോദ്യങ്ങൾ ഈ വാക്യത്തിനകത്തുണ്ട്. ഒന്നാമത്തെ ചോദ്യം യേശു ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെ? രണ്ടാമത്തെ ചോദ്യം ശിഷ്യന്മാര് തമ്മിൽ ചോദിക്കുകയാണ്, ഇവൻ ആര്? ഈ വചനത്തിനകത്ത് പരിശുദ്ധാത്മാവിന് ശക്തമായിട്ട് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് വചനം കേൾക്കുമ്പം ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും ഇരിക്കണം. കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നമുക്കതിൻ്റെ 22-ാമത്തെ വാക്യം മുതൽ നമുക്ക് ഒന്ന് വായിച്ചു കേൾക്കാം. ആ ഒരു ചെറിയ ഒരു പാരഗ്രാഫിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ വചനത്തിലോട്ട് നമുക്ക് വരാം. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിന്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. ആരോട് പറഞ്ഞു? യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? പടകിൽ കയറി അക്കരയ്ക്ക് പോകാം, നാം തടാകത്തിന്റെ അക്കരയ്ക്ക് പോകാൻ ആര് പറഞ്ഞു? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മള് പടകിൽ കയറി തടാകത്തിന്റെ അക്കരയ്ക്ക് പോകാ എന്ന് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. അവര് നീക്കി ഓടുമ്പം അവൻ ഉറങ്ങിപ്പോയി. യേശു ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്ക ചെന്നു. നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തതയുണ്ടായി. പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അതിന്റെ സാഹചര്യമാണ് വായിച്ചു കേൾപ്പിച്ചത്. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്കറിയോ, നീ ഒരു വിശ്വാസം പറയുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ഫ്രണ്ട്സ് എല്ലാം വിശ്വാസം പറയുന്നവരായിരിക്കും. നീ നുണ പറയുന്നവനാണെങ്കിൽ നിന്റെ ഫ്രണ്ട് എല്ലാം യോഗത്തിലിരുന്നാലും നുണ പറയുന്നവർ ഒന്നിച്ചേയിരിക്കും, ആരാധിക്കുന്നവർ ഒന്നിച്ചേയിരിക്കും. കണ്ണ് കാണിക്കുന്ന ഇങ്ങനെ കണ്ണ് കാണിക്കുന്നവർ ഒന്നിച്ചേയിരിക്കും. എല്ലാവരും അങ്ങനാ. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. ഒരു നുണ പറയുന്ന അടുത്ത ആൾക്ക് വരുമ്പോ സീറ്റ് പിടിച്ചിട്ടേക്കും. യോഗത്തിനിടയ്ക്ക് പറയാമല്ലോ, എന്തോ ഗുണമുണ്ടായി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, അവിശ്വാസം പറഞ്ഞ് പഠിക്കരുത്, കുറ്റം പറഞ്ഞ് പഠിക്കരുത്. കുറ്റം നോക്കിയാൽ സത്യം ഞാൻ പറയുക, കുറ്റമേ ഉള്ളൂ. ഒരു കുറ്റമില്ലെന്ന് നിങ്ങളുടെ വീട്ടിൽ ഒരാഴ്ച വന്ന് ഞാൻ താമസിക്കട്ടെ, 1500 കുറ്റം ഒരു പേപ്പറിൽ എഴുതി സീലും വെച്ച് തരാം. എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുക, 2200 കുറ്റം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. മിണ്ടുന്നില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയല്ല നമ്മൾ വന്നേ. ഒരാമയും വരുന്നില്ല. ഒരാൾ പാട്ട് പാടിയ അയാളുടെ കുറ്റം, ഒരാൾ പ്രസംഗിച്ച അയാളുടെ കുറ്റം, ഒരാൾ പ്രവചിച്ച അയാളുടെ കുറ്റം, ഒരാൾ സ്വോത്രം പറഞ്ഞ അയാളുടെ കുറ്റം. ഒന്നും പറയാതിരുന്ന ആള് കൊള്ളാം. ഒരു സ്വോത്രം പോലും പറയത്തില്ല, എന്ത് മിടുക്കനാണെന്നറിയോ? ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. ഹല്ലേലൂയ. ആരുയരാൻ തുടങ്ങിയാലും ഹല്ലേലൂയ അതിനെതിരെ വാക്കുകളുണ്ട്. ആ വാക്കൊന്നും കേട്ട് നീ പേടിക്കരുത്. നീ അങ്ങനെ ശീലിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കേട്ടെ. എല്ലാവരും വായിക്കുന്ന പോലല്ല നീ വായിക്കേണ്ടിയേ, എല്ലാവരും പറയുന്ന പോലല്ല നീ പറയേണ്ടിയേ. നീ എന്ത് വാക്ക് പറഞ്ഞാലും ആ വാക്കിനകത്തൊരു വിശ്വാസം വേണം. ഒരാമയും പറഞ്ഞാട്ട്. എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചത് വിശ്വാസമാ, യേശുവിലുള്ള വിശ്വാസമാ. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ആരൊക്കെ എതിർത്താലും ഞാൻ വിശ്വസിക്കുന്നു. ആരെ വിശ്വസിക്കുന്നു? യേശുവിനെ വിശ്വസിക്കുന്നു. എങ്ങനെ വിശ്വസിക്കുന്നു? അതിയായി വിശ്വസിക്കുന്നു. ഓ ഹല്ലേലൂയ. ഞാൻ വിശ്വാസത്താൽ ജയിക്കുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. നോക്കിയേ, ഈ അത്തി കരിഞ്ഞ് നിൽക്കുമ്പോൾ
അല്ലെ? ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് ഇന്നിരിക്കുന്ന വിശ്വസിച്ചുകൊണ്ട്. ചിലരോട് ഞാൻ പറയാം, നിന്റെ ഹൃദയത്തിൽ വരുന്ന സംശയം, അവിശ്വാസം എന്ന കോട്ട ഇടിയണം. എത്ര പേര് ആമീൻ പറയാൻ പറ്റും? ദൈവപ്രവൃത്തിയെ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ, ദൈവത്തിന്റെ അത്ഭുതത്തെ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ, അത് നിന്റെ അകത്തൊന്ന് മാറിപ്പോകണം. അവിശ്വാസമുള്ള ഹൃദയത്തെ കുറിച്ച് ബൈബിള് പഠിപ്പിക്കുന്നത് ദുഷ്ടഹൃദയമാണ്. വേണ്ടുന്നില്ല. അവിശ്വാസമുള്ളവര് കാഞ്ചീപുരം ബനാറസ് പട്ട് കൊടുത്ത് ഇവിടെ വന്നാലും ഹൃദയം ദുഷ്ടഹൃദയ. അവിശ്വാസമുള്ള ഒരാള് ഓടിക്കൊണ്ട് പാർക്ക് ചെയ്തിച്ച് ഇവിടെ യോഗത്തിന് കയറിയാലും നിന്റെ ഹൃദയം ദുഷ്ടഹൃദയ, ബൈബിള് വിളിക്കുന്ന. എന്നാൽ വിശ്വാസമുള്ള ഹൃദയം നിറവുള്ള ഹൃദയ. ഒരാമീൻ പറഞ്ഞാട്ട്, ഞാൻ ദൈവത്തെ, പൗലോസ് പറയാ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു, അവന്റെ ഉപനിധി. അടുത്ത പറയാം, ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാന്ന് ഞാൻ അറിയുന്നു. ഒരാമീൻ പറഞ്ഞാട്ട്, ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയുക, അല്ലെ, വിശ്വസിക്ക്, വലിയ കാര്യങ്ങൾ നടക്കാൻ പോവാ. യേശു പറയാ, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വായിച്ചേ, ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ, നീ വിശ്വാസത്തോടെ പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കും. ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ച് പറഞ്ഞാൽ നീ പറയുന്ന പോലെ സംഭവിക്കും. മല അവിടെ നിൽക്കട്ടെ, മല എന്ന സബ്ജക്റ്റിലേക്ക് വരാം. ഒന്നുകൂടെ ആ മല എന്ന പദം മാറ്റിയിട്ട് ഒന്ന് വായിക്കാമോ? ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ, വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട്. നീ പറഞ്ഞ പോലെ സംഭവിക്കും. ഒരാമീൻ വരുന്നില്ല. ഒന്ന് കൈ ഉയർത്തി വിളിച്ച് പറ, ഞാൻ പറയുന്ന പോലെ സംഭവിക്കും. വിശ്വസിക്കുന്ന, ഞാൻ പറയുന്ന പോലെ. നിന്റെ വീടിന്റെ പാപം മാറുമെന്ന് നീ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറുമെന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഒരാമീൻ പറഞ്ഞാട്ട്, അതെന്താ നീ വെളിപ്പെടുത്താൻ പോവാ? ഈ മലയോട് നീങ്ങി കടലിൽ പോയി ചാടുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. അങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. എന്തുവാ അതിന്റെ അർത്ഥം? ഈ നാട്ടിലുള്ള മലകളെല്ലാം നമ്മൾ നീക്കി കടലിൽ ഇറക്കുന്നതല്ല. അവിടെ മലയെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, മല ചലിക്കുന്ന മലയല്ല. മല എന്ത് ചെയ്യത്തില്ല? ചലിക്കത്തില്ല, നിശ്ചലമാ മല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മലകൾ ചലിച്ച ചരിത്രമുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ സങ്കീർത്തനക്കാരൻ ചോദിച്ചു, സമുദ്രമേ നീ ഓടുന്നത് എന്ത്? യോർദാനെ നീ പിന്മാറുന്നത് എന്ത്? അടുത്ത പറയാ, പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെ തുള്ളുന്നത് എന്താ? കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെ തുള്ളുന്നത് എന്ത്? അതിന്റെ കാരണം എന്താ? യഹോവയുടെ പെട്ടകം യോർദാനിൽ ഇറങ്ങിയാൽ ഏത് മലയും തുള്ളും. സങ്കീർത്തനക്കാരന്റെ ആത്മീക വീക്ഷണമാ. ഇനി ഞാൻ ദൂതിലോട്ട് ഇച്ചിരുടെ ഗഹനമായിട്ട് വരാം. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ദൈവത്തിന് സ്തോത്രം. മലയെന്ന് അവിടെ ഉദ്ദേശിക്കുന്നതിന് പല അർത്ഥങ്ങളുള്ളതിൽ ഒരർത്ഥം ഞാൻ പറയാം. നിശ്ചലമായതിനെ നിന്റെ വാ കൊണ്ട് ചലിപ്പിക്കാൻ പറ്റുമെന്ന് കർത്താവ് വെളിപ്പെടുത്തുക. ഒരാമയും വരുന്നില്ല. നിന്റെ സ്റ്റക്കായ ചില കാര്യത്തെ വിശ്വാസമുള്ള നിന്റെ വായിലെ വാക്കുകൊണ്ട് ദൈവം അതിനെ ചലിപ്പിക്കാൻ പോകുകയാ. എത്ര പേര് അതിന് ആമയും പറയാൻ തയ്യാറാ? ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാ, അടുത്തിരിക്കുന്ന ആളൊന്ന് തൊട്ടുവെച്ചോരാ, വാ തുറന്നു വന്ന് പറയാൻ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ദൈവദാസി ഒന്നുകൂടെ വായിക്കാം. മല എന്ന വാക്ക് മാറ്റിയിട്ട് വായിക്കാൻ പോവാ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട്. പറഞ്ഞതുപോലെ സംഭവിക്കും. ഒരാമീൻ പറഞ്ഞാട്ട്. എത്ര പേർക്ക് ആമീൻ പറയും? എന്റെ കുഞ്ഞ് പാസ്സാകുമെന്ന് പറഞ്ഞാൽ പാസ്സാവും. ഒരാമീൻ വരുന്നില്ല. എനിക്കൊരു പുതിയ വീട് തരണമെന്ന് പറഞ്ഞാൽ അത് തന്നിരിക്കും. വിശ്വാസത്തിന്റെ വാക്ക.